ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഈ തൃശ്ശൂരിൽ സഖാവ് പുഷ്പൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന സഖാവ് പുഷ്പൻ നഗറിൽ വെച്ച് ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത ചലച്ചിത്രകാരനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രകാശ് രാജാണ്. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായിട്ടുള്ള പ്രസംഗം സമ്മേളനത്തിന് വലിയ കരുത്തു നൽകി. ഇന്ത്യൻ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യുവാക്കളുടെ ഉജ്ജ്വലമായിട്ടുള്ള സമരവിജയം ഉൾപ്പെടെ സമീപകാല സമരങ്ങളിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും നേടിയിട്ടുള്ള ഐതിഹാസികമായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. യുവാക്കളിലാണ് മതരാഷ്ട്രവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പ്രതീക്ഷയും കരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനുമായിരുന്ന വി.കെ. രാമേന്ദ്രനും സംസാരിക്കുകയുണ്ടായി. വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം വളരെ ഹ്രസ്വമായ നിലയിൽ അതിൻ്റെ വെല്ലുവിളികളെ സംബന്ധിച്ചും പ്രതിസന്ധികളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ പറഞ്ഞു. ഈ രണ്ട് പ്രസംഗങ്ങളും ഡിവൈഎഫ്ഐയുടെ 16ാമത് കേരള സംസ്ഥാന സമ്മേളനത്തിന് കരുത്തു പകരുന്ന ഒന്ന് തന്നെയായിരുന്നു. കേരളത്തിൽ നിന്നാകെ 51,93,854 ഡിവൈഎഫ്ഐ അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 610 പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനത്തിന് ശേഷം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിമഗ്നരാജ് ഭട്ടാചാര്യ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള അവതരണം നടത്തും. അതിനുശേഷം 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ജില്ലാ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗ്രൂപ്പ് ചർച്ച നടത്തി വീണ്ടും 7 മണിക്ക് സമ്മേളന ഹാളിൽ പൊതുചർച്ച ആരംഭിക്കുകയാണ്. 360 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് നടക്കുക. ചർച്ചകൾക്ക് ശേഷം നാളെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടിയും മറുപടി ഉണ്ടാവും. കൂടാതെ നാളെ വൈകുന്നേരം 5 മണിക്ക് ഈ സമ്മേളന നഗരിയിൽ രക്തസാക്ഷി കുടുംബ സംഗമം എന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിക്കുകയാണ്. ആ പരിപാടി ഡിവൈഎഫ്ഐയുടെ മുൻകാല ഭാരവാഹി കൂടിയായിട്ടുള്ള എം.വി. ഗോവിന്ദൻ മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട കൂടി ആ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്.